ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. നമ്മൾ ഈ ഒരു ഇയറിൽ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത് അല്ലേ? നിങ്ങൾക്ക് പേടിയുണ്ടോ? അതെ, നമുക്കിപ്പോൾ ഈ ഒരു വർഷത്തേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സിലബസ് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചാപ്റ്റേഴ്സ് കൂടുതലായിരുന്നു, പക്ഷെ ഇപ്പം ചാപ്റ്റേഴ്സ് കുറവാണ്. ഓരോ ചാപ്റ്ററിലുള്ള കണ്ടന്റ് കൂടുതലാണ്. അങ്ങനത്തെ ഓരോരോ പ്രോബ്ലംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പാറ്റേണിലുള്ള വ്യത്യാസം. ഇതെല്ലാം നിങ്ങൾ അലട്ടുന്നുണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മോഡലുണ്ട്, അതേപോലെ തന്നെ മെയിൻ എക്സാമും ഉണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എന്തായാലും നിങ്ങളെ സെറ്റാക്കിയിട്ടേ വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുക, എല്ലാ പോർഷൻസും പഠിക്കുക. ക്ലിയർ അല്ലേ? പഠിച്ച ശേഷം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റൂടാ. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഓക്കെ, പഠിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ സോഷ്യൽ കാര്യത്തിൽ പേടിക്കരുത്. നമുക്ക് പഠിച്ചു കഴിഞ്ഞ ശേഷം ധാരാളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും വരുന്നത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് നോക്കിയടാ, വെതർ ആൻഡ് ക്ലൈമറ്റ് അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ വെക്കുന്നത്. ക്ലിയർ ആണോ? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഷൻ ആയിരിക്കില്ല. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, കാരണം ഓൾറെഡി നിങ്ങൾ ഇത് പഠിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഞെട്ടിപ്പോകരുത്. എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് അറിയാതെ വിഷമിക്കരുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം, വെതർ ആൻഡ് ക്ലൈമറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാം. Under which one of the following situation does place B record a higher diurnal range of temperature than place A? എന്താണ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിലെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എന്താണ് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ രണ്ട് സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. രണ്ട് സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. ക്ലിയർ ആണോ? എറണാകുളമാണോ, കോട്ടയമാണോ, അല്ലെങ്കിൽ കോഴിക്കോടാണോ? ഒരു സ്ഥലവും പറഞ്ഞിട്ടില്ല. എ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ബി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ രണ്ട് സ്ഥലത്തില് ഏതിനാണ് ഡയനൽ ടെമ്പറേച്ചർ കൂടുതൽ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്, ബിയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എവിടെയായിരിക്കും, ബി എവിടെയായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 4 ഓപ്ഷൻ ഉണ്ട്, നോക്കാം. ഒന്നാമത്തത്, both A and B are located at high altitude above mean sea level. സീ ലെവലിൽ നിന്ന് ഒരേ ഹൈറ്റിലാണ് എയും ബിയും ഉള്ളത്. ഇത് എ ആണ്, ഇത് ബി ആണ്, രണ്ടും ഒരേ ലെവലിലാണ് ഉള്ളത് എന്നാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. രണ്ടാമത്തത്, both are located far away from the sea level. രണ്ട് പ്ലേസും സീ ലെവലിൽ നിന്ന് ദൂരെയാണുള്ളതെന്ന് പറഞ്ഞു. ഒന്നാമത്തത് പറഞ്ഞത് രണ്ടും ഒരേ ഓൾട്ടിറ്റ്യൂഡിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ രണ്ട് പ്ലേസും സീ ലെവലിൽ നിന്ന് ദൂരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ നോക്കാം, പ്ലേസ് എ ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ്. അതായത് എ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണുള്ളത്? കോസ്റ്റൽ ഏരിയാസിലാണ്, അതായത് തീരപ്രദേശമാണ്, കടലുള്ള ഏരിയയിലാണ്. അങ്ങനെയാണെങ്കിൽ ബി ഈസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ സീ. ബി എങ്ങനെയാണ്? ബി സിയിൽ നിന്ന് ദൂരെയാണ്. എ എന്ന് പറയുന്നത് കടലിനടുത്തും ബി എന്ന് പറയുന്നത് ദൂരെയുമാണ്. പ്ലേസ് ബി ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ് ആൻഡ് പ്ലേസ് എ ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ സീ. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. ബി കടലിനടുത്തും എ സിയിൽ നിന്ന് ദൂരെയുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മിക്കവാറും നമ്മുടെ ടെമ്പറേച്ചർ മോഡറേറ്റ് ആയിരിക്കുന്നത്, ഓവറായിട്ട് കൂടാതെയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറയാതെ നിൽക്കുന്നത് കോസ്റ്റൽ ഏരിയാസിൽ. ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ പിടിക്കുന്നത് നേരെ നമ്മുടെ കോസ്റ്റൽ ഏരിയാസിന് അടുത്താണ്. ക്ലിയർ അല്ലേ? ഈ കോസ്റ്റൽ ഏരിയാസിൽ നിന്ന് ദൂരെ പോകുന്നതോറും ടെമ്പറേച്ചറിന് എന്തെയും ഇൻക്രീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ബി എന്ന് പറയുന്ന സ്ഥലത്താണ് ടെമ്പറേച്ചർ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എ എവിടെയായിരിക്കും? അതെ, എ എന്ന് പറയുന്നത് കടലിനടുത്തായിരിക്കും, കോസ്റ്റൽ ഏരിയയിലായിരിക്കും. ബി എവിടെയായിരിക്കും ഉണ്ടാവുക? ബി എന്ന് പറയുന്നത് കടലിൽ നിന്ന് നീങ്ങിയായിരിക്കും, സീയിൽ നിന്ന് ഫാർ അവേ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. നമുക്ക് 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്.
The following diagram represent the distribution of isobars at two different places. Analyze the diagram and answer the following questions. നമുക്ക് പ്രഷർ ഡിഫറൻസിനനുസരിച്ചുള്ള രണ്ട് ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. ഇതിൽ സെന്ററിൽ അല്ലെങ്കിൽ സെന്റർ ഭാഗത്ത് ലോ പ്രഷറും ഇവിടെ വരുന്നത് ഹൈ പ്രഷറുമാണ്. അപ്പൊ ലോ പ്രഷറും ഹൈ പ്രഷറും. ഇനി ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ് നോക്കിയാടാ, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ രണ്ടാമത്തെ ഇമേജിൽ നോക്കുമ്പോൾ അവിടെ എന്തില്ല, നേരത്തെ കണ്ടത്രയും ഗ്യാപ്പ് ഇവിടെ വരുന്നില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് പിക്ചേഴ്സ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഐസോബാർസ്? അത് പറയാൻ പറ്റുമോ അല്ലേ? ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രഷർ ഉള്ള പ്ലേസുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ്. എന്താണ്? ഒരേ പ്രഷർ ഉള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള പ്ലേസുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് ഐസോബാർസ്. അപ്പോൾ ഐസോബാർസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഐസോബാറിന്റെ ഡിഫറൻസിനനുസരിച്ച് ദേ ഓരോന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഐസോബാർ ഡിഫറൻസിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തത്, എക്സ്പ്ലെയിൻ ഹൗ വിൻഡ് ഈസ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വിൻഡ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. സിമ്പിൾ ആടാ. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? എയറിന്റെ വെയിറ്റ് ആണ്. അറ്റ്മോസ്ഫിയറിക് എയറിന്റെ വെയിറ്റ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എയർ എപ്പോഴും മൂവ് ചെയ്യുന്നത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്കാണ്. അതായത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ്. ഇപ്പൊ തന്നെ നമ്മൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് വിൻഡ് മൂവ് ചെയ്യുന്നത്. അപ്പൊ പ്രഷറിന് അവിടെ എന്തുണ്ട്? ബന്ധമുണ്ട് അല്ലെ? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കുള്ള എയറിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് വിൻഡ്. രണ്ടാമത്തത്, വിച്ച് ഓഫ് ദ two places in diagram A and B has low pressure gradient Y? ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലോ പ്രഷർ ഗ്രേഡിയന്റ് എ ഡയഗ്രാം എക്കാണോ ഡയഗ്രാം ബിക്കാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ നമുക്കറിയാം, നമ്മുടെ ഐസോബാറുകൾ അടുപ്പിച്ചടുപ്പിച്ചാണെങ്കിൽ ഹൈ പ്രഷർ ഗ്രേഡിയന്റ് ആണ്. ഐസോബാറുകൾ ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ആക്കി അല്ലെങ്കിൽ കുറച്ച് ദൂരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് ലോ പ്രഷർ ഗ്രേഡിയന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതില് ഐസോബാറുകൾ ആ വരച്ചിരിക്കുന്ന ലൈൻസ് കുറച്ച് ദൂരത്തിലിരിക്കുന്ന ഏതിലാണ്? എയിലാണോ ബിയിലാണോ? എയിലല്ലേ? അപ്പോ ആൻസർ എ ആണ്. ക്ലിയർ ആണല്ലോ? അതായത് ലോ പ്രഷർ ഗ്രേഡിയന്റ് ഉള്ളത്. എന്താണ് പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നിയർ ബൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എന്തായിട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്രഷർ ഡിഫറൻസ്, പ്രഷറിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ഗ്രേഡിയന്റ്. ക്ലിയർ അല്ലേ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഏരിയാസിൽ എന്ത് വരുന്നു? പ്രഷറിൽ ഡിഫറൻസ് വരുന്നു. അത് കൂടും തോറും സ്പീഡ് കൂടും. പ്രഷർ ഡിഫറൻസ് അടുപ്പിച്ചാണെങ്കിൽ സ്പീഡ് കൂടും. പ്രഷർ ഡിഫറൻസ് എന്താണ് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഇത് കുറയും, സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതും മനസ്സിലാക്കി. എ എന്ന് പറയുന്ന ഡയഗ്രത്തിനാണ് മനസ്സിലാക്കി. അറ്റ് വിച്ച് ഓഫ് ദീസ് പ്ലേസ് സ്പീഡ് ഓഫ് വിൻഡ് ഈസ് ഹൈ? ഇതിൽ ഡയഗ്രാം എയിലാണോ ഡയഗ്രാം ബിയിലാണോ വിൻഡിന്റെ സ്പീഡ് കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ പ്രഷർ ഗ്രേഡിയന്റ് ഉള്ളത് എന്തിനാണ്? ഡയഗ്രാം എക്കാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഹൈ പ്രഷർ ഗ്രേഡിയന്റ് ഉള്ളത് ഏതിനാണ്? ഡയഗ്രാം ബിക്കാണ്. ഡയഗ്രാം ബിയിലാണ് ഐസോബാർസ് ഇങ്ങനെ അടുപ്പിച്ച് കിടക്കുന്നത്. അങ്ങനെ ഹൈ പ്രഷർ ഗ്രേഡിയന്റ് ഉള്ള ഏരിയാസിലായിരിക്കും വിൻഡിന്റെ സ്പീഡ് കൂടുതൽ. ക്ലിയർ അല്ലേ? പ്രഷർ ഗ്രേഡിയന്റ് ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് സ്പീഡ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ സി ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തതെന്ന് പറയുന്നത് ഒരു ബോക്സ് ആണ് അല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നോക്കുന്നത്. അപ്പൊ നോക്കാം, രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത്, ദ മൺസൂൺ റെയിൻ റിസീവ്ഡ് ഇൻ കേരള. കേരളത്തില് നമുക്ക് സ്കൂൾ ഓർക്കുമ്പോഴൊക്കെ മഴ പെയ്യും അല്ലെ? ആ മഴ എന്ത് മഴയാണ്? മൺസൂൺ റെയിൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി സമ്മർ സീസണിൽ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് മഴ ഉണ്ടാവാറുണ്ട്. ക്ലിയർ ആണോ? അതിനെ നമ്മൾ 4 o'clock റെയിൻ എന്നും പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ദ മൺസൂൺ റെയിൻ റിസീവ്ഡ് ഇൻ കേരള നമുക്ക് തന്നിരിക്കുന്നത് 4 ഓപ്ഷൻസ് ആണ്. കൺവെക്ഷണൽ റെയിൻ, ഓറോഗ്രാഫിക് റെയിൻ, ഫ്രണ്ടൽ റെയിൻ, സൈക്ലോണിക് റെയിൻ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ ഏതാണ് മൺസൂൺ റെയിൻ റിസീവ്ഡ് ഇൻ കേരളയുമായി ബന്ധപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓറോഗ്രാഫിക് റെയിൻ ആണ്. ഓക്കെ, അതെന്ത് റെയിനാ? ഓറോഗ്രാഫിക് റെയിൻ. ഇനി രണ്ടാമത്താണ് 4 o'clock എന്ന് പറയുന്നത്. 4 o'clock എന്ന് പറയുമ്പോൾ 4 മണിക്ക് ശേഷം നമ്മുടെ ഉച്ചക്കുള്ള ചൂടൊക്കെ കൊണ്ടിട്ട് വാട്ടറൊക്കെ വേപ്പറായി മുകളിലേക്ക് പോയി
ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പൊങ്ങിപ്പോയിട്ടുള്ള എയർ വാട്ടർ വേപ്പേഴ്സ് തണുത്ത് മഴയായിട്ട് പെയ്യും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷണൽ റെയിൻ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതി. അങ്ങനെ നമ്മൾ ലൈൻ ഇട്ടൊന്നും മാർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഓപ്ഷൻ നോക്കാം. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതനുസരിച്ച് ആൻസർ എന്താണ്? ബി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സാമിൻ ദ ഫാക്ട് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. കുറച്ച് ഫാക്റ്റുകൾ തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇൻ ദ അറ്റ്മോസ്ഫിയറിക് ലെയർ ദാറ്റ് ലൈസ് ക്ലോസ് ടു ദ എർത്തുമായി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഒരു ലെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ. ദ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ്. മുകളിലേക്ക് പോകും തോറും, ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫാക്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല, അത് ഫാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. അങ്ങനെയാണെങ്കിൽ ഈ ഫിനോമിനന്റെ പേരെന്താണ് എന്നാണ് ആദ്യം ചോദിച്ചേക്കുന്നത്. ആ ഫിനോമിനന്റെ പേര് നോർമൽ ലാപ്സ് റേറ്റ്. നോർമൽ ലാപ്സ് റേറ്റ്. ഓക്കെ. രണ്ടാമത്തെ, അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്താണ് നെയിം ദ ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ദാറ്റ് ദ ഫിനോമിനൻ ഹാപ്പൻസ്. ഈ ഫിനോമിനൻ നടക്കുന്നത് ഏത് ഭാഗത്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എർത്തിനോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിന്റെ ലെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേത് ലെയറാടാ? അടുത്തുള്ള ലെയർ ട്രോപ്പോസ്ഫിയർ. അപ്പൊ രണ്ടാമത്തേത് നമ്മൾ ചെയ്തു, ട്രോപ്പോസ്ഫിയർ. മൂന്നാമത്തത്, if the atmospheric temperature at sea level is 30 degrees Celsius, what would be the temperature at altitude of 2 kilometer? അതായത് സീ ലെവലിലുള്ള ടെമ്പറേച്ചർ, കടലിനടുത്തുള്ള ടെമ്പറേച്ചർ ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 2 കിലോമീറ്റർ മുകളിലേക്ക് പോകുന്തോറും ഹൈറ്റിലാണെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ ലെവൽ എന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ലാപ്സ് റേറ്റ് എത്രയാണെന്ന് അറിയണം. 1 കിലോമീറ്ററിൽ ഏകദേശം 6.5 ആണ്. ഓക്കെ അല്ലേ? 6.5 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കിലോമീറ്റർ പറഞ്ഞേക്കണം. ഏകദേശം 13 ഡിഗ്രി സെൽഷ്യസിന്റെ അടുത്ത് എന്ത് വരും? ഡിഫറൻസ് വരും. ഇൻറ്റു 2 ചെയ്താൽ പോരെ? 1 കിലോമീറ്ററിൽ 6.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡിഫറൻസ് വരിക. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്ററിൽ ഇൻറ്റു 2. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 13 ഡിഗ്രി സെൽഷ്യസ് അനുസരിച്ച് ഡിഫറൻസ് വരും. 30 ഡിഗ്രി ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സീ ലെവലില്. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ വരുമ്പോൾ ഏകദേശം 17 ഡിഗ്രി സെൽഷ്യസ്, 17 17.2 അങ്ങനെയുള്ള ഇതിലായിരിക്കും വരിക. ക്ലിയർ അല്ലേ? അപ്പൊ നോർമൽ ലാപ്സ് റേറ്റ് അറിഞ്ഞിരിക്കണം. 1 കിലോമീറ്ററിൽ എത്ര വ്യത്യാസം വരും എന്ന് അറിഞ്ഞിരിക്കണം, എന്നാലും ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി ലാസ്റ്റ് പറയുന്ന കാര്യമാണ്, നമുക്ക് എപ്പോഴുള്ള ഒരു സംശയമാണ് ഇത്. Why low temperature experience at Ooty and മൂന്നാർ? ഓക്കെ. മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, നമ്മൾ ടൂർ പോകാറുള്ളതാണ്. നല്ലൊരു സ്ഥലമാണ്, നല്ല പച്ചപ്പും ഹരിതാവും അതേപോലെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് അല്ലേ? എന്നാലും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ചൂടായിരിക്കും. പക്ഷെ നമ്മൾ മൂന്നാറിൽ ഹൈ റേഞ്ചിലേക്ക് കയറുമ്പോൾ നമുക്ക് തണുപ്പായിരിക്കും. ഊട്ടിയിൽ പോകുമ്പോൾ തണുപ്പായിരിക്കും. നമ്മൾ വേറെ രാജ്യത്തൊന്നും അല്ല പോയേക്കുന്നത്, നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് പോയേക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ടെമ്പറേച്ചറിൽ ഇങ്ങനെ കുറവ് വന്നേക്കുന്നത്? അപ്പൊ നമ്മൾ ഓൾറെഡി അതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. അവര് ഊട്ടി മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ എവിടെയാ കിടക്കുന്നത്? ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് കിടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അതാണ് അതിന്റെ റീസൺ. ഹൈ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയും. ഇതാണ് അതിന്റെ റീസൺ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു കൊറിയോളിസ് എഫക്ട്? എന്താണ് കൊറിയോളിസ് എഫക്ട്? നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണതിന്റെ ഫലമായിട്ട് ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഫോഴ്സ് മൂലം എന്താണ് സംഭവിക്കുക? ഫ്രീലി മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സ്. ഞാൻ ഫ്രീ ആയിട്ടാണോ മൂവ് ചെയ്യുന്നത്? എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാം അല്ലേ? അതേപോലെ ഫ്രീലി മൂവിങ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എയർ, വാട്ടർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇതൊക്കെ ഫ്രീലി മൂവിങ് ഒബ്ജക്റ്റ് ആണ് അല്ലെ? ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന സാധനങ്ങളാണ് അല്ലെ? ഈ ഫ്രീലി മൂവിങ് ഒബ്ജക്റ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യും.
ഈ ഒരു ഫോഴ്സ് മൂലം. എങ്ങനെ ഈ ഫോഴ്സ് ഉണ്ടായെന്ന് അറിയില്ല, ഭൂമിയുടെ റൊട്ടേഷൻ മൂലം. റൊട്ടേഷൻ കൊണ്ടാണ് രാവിലെയും രാത്രിയും നമുക്ക് ഉണ്ടാകുന്നത്. ഭൂമിയുടെ റൊട്ടേഷൻ മൂലം ഒരു ഫോഴ്സും കൂടി ഉണ്ടാകുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് കൊറിയോളിസ് ഫോഴ്സ്. ആ ഫോഴ്സ് മൂലം എന്താ നടക്കുന്നത്? അതെ, എന്ത് ചെയ്യുന്നു? ഫ്രീലി മൂവിങ് ഒബ്ജക്റ്റ് നേരെ പോകുന്നതിന് പകരം, അതിന്റെ ഡയറക്റ്റ് നേരെയുള്ള ദിശക്ക് പകരം, ഡയറക്ഷന് പകരം അതെന്ത് ചെയ്യും? റൈറ്റിലേക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും ഡിഫ്ലക്റ്റ് ആയി പോകും. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് കൊറിയോളിസ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം, ശരിയാണോ തെറ്റാണോ നോക്കാം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ഫാക്റ്റ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ വിൻഡ് ഗെറ്റ് ഡിഫ്ലക്ട് ടുവേർഡ്സ് റൈറ്റ്. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. റൈറ്റിലേക്കാണ് വിൻഡ് എന്ത് ചെയ്യുക? ഡിഫ്ലക്റ്റ് ചെയ്യുക. കാരണം വിൻഡ് ഒരു ഫ്രീലി മൂവിങ് ബോഡിയാണ് അല്ലെ. കൊറിയോളിസ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് അത് റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പൊ അത് ശരിയാണ്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ കാര്യം, ദ ട്രേഡ് വിൻഡ് ബ്ലോസ് ആസ് നോർത്ത് ഈസ്റ്റ് വിൻഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ട്രേഡ് വിൻഡ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് വീശുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊറിയോളിസ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെയാണ് വീശുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതും കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. മൂന്നാമത്തതാണ്, ദ ട്രേഡ് വിൻഡ് ബ്ലോ ആസ് സൗത്ത് വെസ്റ്റ് വിൻഡ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിൽ ഈ ട്രേഡ് വിൻഡ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് വീശുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? അത് തെറ്റാണ്. അപ്പോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ട്രൂ ആണ്, 3 എന്താണ്? 3 ഫോൾസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഭാഗം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ട്രേഡ് വിൻഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ എവിടെയാണ് വരുന്നതെന്നും ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇക്വറ്റോറിയൽ ലോ പ്രഷറിലേക്ക് വീശുന്ന വിൻഡുകളാണ് ട്രേഡ് വിൻഡ്സ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന വിൻഡുകളാണ് ട്രേഡ് വിൻഡ്സ്. അത് രണ്ട് ഹെമിസ്ഫിയറിലും അതിന്റെ ഡയറക്ഷൻ പറയുന്നുണ്ട്, കൃത്യമായിട്ട് നോക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഡു യു മീൻ ബൈ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഹയസ്റ്റ് ടെമ്പറേച്ചറും മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കാൺപൂറും തിരുവനന്തപുരവും രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ഉണ്ട്, കാൺപൂറും ഉണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ ഏതിലാണ് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കുറവ് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ള കാര്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ. അതിനെ വിളിക്കുന്ന പേരാണ് ഓഫ് എ ഡേ ആട്ടോ, ഒരു ദിവസത്തിലുള്ളതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി 32 ഡിഗ്രി സെൽഷ്യസ് മാക്സിമം ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. 70 ഡിഗ്രി സെൽഷ്യസ് മിനിമം ടെമ്പറേച്ചറും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ നോക്കിയാടാ? ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് നോക്കാം. മാക്സിമം മൈനസ് മിനിമം ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? മാക്സിമം ടെമ്പറേച്ചർ ഇവിടെ എത്രയാന്നിരിക്കുന്നത്? 32 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? മൈനസ് മിനിമം നമുക്ക് തന്നിരിക്കുന്നത് 17 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ്, 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറഞ്ഞിരുന്നത്? ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് വിച്ച് സിറ്റി എക്സ്പീരിയൻസ്. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. മീൻ ഡെയിലി ടെമ്പറേച്ചർ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മീൻ ഡെയിലി ടെമ്പറേച്ചർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ ഒന്ന് നോക്കാം. മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് നമ്പേഴ്സും പ്ലസ് ചെയ്യാം, ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതെ, മീൻ ടെമ്പറേച്ചർ കിട്ടും അല്ലേ? ഡെയിലി മീൻ ടെമ്പറേച്ചർ കിട്ടും. മാക്സിമം ടെമ്പറേച്ചർ എത്രയായിരുന്നു? 32 ആയിരുന്നു. മിനിമം 17 ആയിരുന്നു. ഡിവൈഡ് ബൈ 2 ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ ഏകദേശം 49 കിട്ടും. 49 ബൈ 2 എന്ന് പറയുന്നത് 24.5 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി മീൻ ടെമ്പറേച്ചർ.
അപ്പോൾ രണ്ടിന്റെയും ഇക്വേഷൻ മറക്കരുത്. ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഇക്വേഷൻസും അതിന്റെ കണക്കുകളും നമ്മൾ പഠിച്ചു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കാര്യം നോക്കിക്കോട്ടാടാ. തിരുവനന്തപുരവും കാൺപൂറും രണ്ട് സ്ഥലങ്ങളാണ് അല്ലേ. ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏതിനാണ് ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോ ഡയനൽ ടെമ്പറേച്ചർ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയനൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാലാണ് ഹൈ ഡയനൽ ടെമ്പറേച്ചർ. അതായത് ഭയങ്കര ചൂടുള്ള സമയം ഉണ്ടാവും, ഭയങ്കര ചൂട് കുറഞ്ഞ സമയം ഉണ്ടാവും. ഇത് രണ്ടോളം ഡിഫറൻസ് കൂടുമ്പോഴാണ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കൂടുക. ക്ലിയർ അല്ലേ? ഇനി അപ്പൊ നോക്കിയോ ഏത് സ്ഥലത്താണെന്ന് നോക്കിയോ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലോ ഡയനൽ ടെമ്പറേച്ചർ, അതായത് മാക്സിമവും മിനിമവും തമ്മിലുള്ള ടെമ്പറേച്ചറുള്ള ഡിഫറൻസ് കുറയുന്നത്, ആ ടെമ്പറേച്ചറിലെ ഡിഫറൻസ് കുറവുള്ളത് തിരുവനന്തപുരത്തായിരിക്കും. ട്രിവാൻഡ്രം. എന്തുകൊണ്ടാ? കേരള ആയതുകൊണ്ടാ? നമ്മുടെ നാടായോണ്ടാ? അല്ല, അതുകൊണ്ടല്ല. തിരുവനന്തപുരം കിടക്കുന്നത് കോസ്റ്റൽ ഏരിയക്ക് അടുത്താണ് അല്ലെ. ഏകദേശം നമ്മുടെ ഇന്ത്യൻ ഓഷനൊക്കെ വരുന്ന ആ ഭാഗത്താണ് എന്ത് കിടക്കുന്നത്? തിരുവനന്തപുരം. അല്ലെങ്കിൽ അറബിക്കടലിന്റെ അടുത്താണ് ആര് കിടക്കുന്നത്? തിരുവനന്തപുരം കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലോസ് ടു ദ സീ, സീനടുത്തായിട്ടാണ് ഇത് കിടക്കുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ കാൺപൂർ എന്ന് പറയുന്നത് ഫാർ ഫ്രം ദ ഓഷൻ ആണ്. ഓഷനിൽ നിന്ന് ദൂരെ ആയിട്ടാണ് ആര് കിടക്കുന്നത്? കാൺപൂർ കിടക്കുന്നത്. നമുക്ക് ഓഷനടുത്ത് കിടക്കുന്നവർക്ക് ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക. ക്ലിയർ ആണോ? ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ടെമ്പറേച്ചർ കുറവും, അങ്ങനെ വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ക്ലിയർ അല്ലേ? അപ്പൊ നിയർനെസ് ടു സീ ആണ് ഇവിടെ തിരുവനന്തപുരത്തിന് ലോ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വരാൻ കാരണം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോകാട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പ്രസിപ്പിറ്റേഷൻ? വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ? അപ്പൊ എന്താണ് പ്രസിപ്പിറ്റേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ വാട്ടർ സണ്ണിൽ നിന്നുള്ള ചൂട് കൊള്ളുമ്പോൾ അത് വേപ്പറായിട്ട് മുകളിലേക്ക് പോകും അല്ലേ. മുകളിൽ പോയി കഴിഞ്ഞാൽ അത് കണ്ടൻസ് ചെയ്ത് ഒരു മേഘമായി ഫോം ചെയ്ത് ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് ആ മേഘത്തിലുള്ള വാട്ടർ താഴേക്ക് വരും. ക്ലിയർ അല്ലേ? ഇങ്ങനെ സംഭവിക്കുന്നതിന് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ താഴേക്ക് വീഴുന്നതിന്, ഭൂമിയിലേക്ക് വീഴുന്നതിന് നമുക്ക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം. പക്ഷെ ആ വീഴുന്നത് പല ഫോമിലായിരിക്കും. ചിലപ്പോൾ വാട്ടർ ആയിട്ട് തന്നെ വീഴാം, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വീഴാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? റെയിൻ എന്നാണ് അല്ലേ. ചിലപ്പോൾ തണുത്ത വല്ല സ്ഥലങ്ങളാണെങ്കിൽ ആ താഴേക്ക് വീഴുന്ന ആ വെള്ളത്തുള്ളികൾ തണുത്തിട്ടുണ്ടാവും, അപ്പൊ അത് സ്നോ ആയിട്ടായിരിക്കും താഴേക്ക് വീഴുക അല്ലേ. ഇനി ചിലപ്പോൾ അത് ഐസ് പെല്ലറ്റ്സ് ആയിട്ടായിരിക്കും താഴേക്ക് വീഴുക, ഐസ് കട്ടകളൊക്കെ ആയിട്ടായിരിക്കും താഴേക്ക് വീഴുക. ക്ലിയർ അല്ലേ? അതിന് നമ്മൾ എന്താ പറയാ? ഹെയിൽ എന്ന് പറയും. ക്ലിയർ അല്ലേ? ഹെയിൽ സ്റ്റോം എന്ന് പറയും. മലയാളത്തിൽ അതിനെ ആലിപ്പഴം എന്നാ പറയാം അല്ലേ. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഈ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വാട്ടർ ഗ്രാവിറ്റിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ താഴേക്ക് വീഴുന്ന ഫോമിനെ നമുക്ക് ഏത് രൂപത്തിലായാലും നമുക്ക് അതിനെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം. അതിൻ്റെ മെയിൻ ഫോമുകളാണ്: ഒന്ന് റെയിൻ, രണ്ട് സ്നോ, മൂന്നാമത്തത് ഹെയിൽ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡ്യൂ ടു ദ ലോ പ്രഷർ ഏരിയ ഫോമഡ് ഓവർ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഡ്യൂറിങ് സമ്മർ, വിച്ച് വിൻഡ് ബ്ലോ ഫ്രം ദ ഇന്ത്യൻ ഓഷ്യൻ? നമുക്കറിയാം സമ്മർ സീസണിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ എന്ത് പ്രഷർ ആയിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. കാരണം ലാൻഡ് പെട്ടെന്ന് എന്താവുന്നതാണ്? ചൂടാവുന്നതാണ്. ചൂടായി കഴിഞ്ഞാൽ അതിന് എന്ത് കുറയും? പ്രഷർ കുറയും. അപ്പൊ ഇന്ത്യയിൽ സമ്മറിൽ എന്താ സബ് കോണ്ടിനെന്റിൽ എന്തായിരുന്നു? പ്രഷർ കുറവായിരുന്നു. പക്ഷേ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരുന്നു? ഹൈ പ്രഷർ ആയിരുന്നു. നമുക്കറിയാം വിൻഡ് എവിടെ നിന്ന് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന വിൻഡിന്റെ പേരെന്താണ്? ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ബ്ലോ ചെയ്യുന്ന വിൻഡിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 4 എണ്ണമാണ്. ഒന്ന് വെസ്റ്റർലീസ്, രണ്ടാമത്തത് സൈക്ലോൺ, മൂന്നാമത്തത് സൗത്ത് വെസ്റ്റ് മൺസൂൺ, നാലാമത്തത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഓക്കെ, നമുക്കറിയാം സമ്മർ സീസണിലാണ് ഈ ഒരു വിൻഡ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വിൻഡ് എന്ന് പറയുന്നത് മൺസൂൺ വിൻഡാണ്. ഓക്കെ അല്ലേ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ മാസങ്ങളിലൊക്കെ വീശുന്നതാണ്. ആ വിൻഡിന്റെ പേരെന്താണ്? മൺസൂൺ വിൻഡ് എന്നാണ്. അപ്പൊ 2 മൺസൂൺ വിൻഡ്, 2 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സൗത്ത് ഈസ്റ്റും ഉണ്ട്, സൗത്ത് വെസ്റ്റും ഉണ്ട്, രണ്ടാമത്തെ നോർത്ത് ഈസ്റ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് വിൻഡാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ വരുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. താഴെ നിന്നല്ലേ ഇത് വീശുന്നത്? ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഇന്ത്യയിലേക്കല്ലേ വീശുന്നത്, അപ്പൊ താഴെ നിന്നല്ലേ.
അപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. ക്ലിയർ അല്ലേ? സൗത്ത് വെസ്റ്റ് ആവാൻ കാരണം കോറിയോളിസ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ വിച്ച് പ്രഷർ ബെൽറ്റ് ഈസ് ഡോൾഡ്രം റീജിയൻ ഫൗണ്ട്? ഡോൾഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡ് ഇല്ലാത്ത മേഖലനെ വിളിക്കുന്ന പേരാണ് ഡോൾഡ്രം അല്ലെ? വിൻഡ് ഇല്ല അവിടെ, കാരണം ഭയങ്കര ചൂടായിരിക്കും. ചൂടുണ്ടെങ്കിൽ അവിടുത്തെ എയർ ഒക്കെ എന്തായാലും എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് പൊങ്ങിപ്പോവും. ക്ലിയർ അല്ലേ? അപ്പോൾ താഴെ എന്തില്ല? കാറ്റുണ്ടാവില്ല. അവിടുത്തെ എയർ ഒക്കെ ചൂട് കൊണ്ട് എന്ത് ചെയ്ത് മുകളിലേക്ക് പൊങ്ങിപ്പോയി. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ഏത് ബെൽറ്റിലാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ചൂട് ഉള്ള സ്ഥലവും അതേപോലെ തന്നെ ത്രൂ ഔട്ട് ഇയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സണ്ണിന്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലവുമാണത്. അത് നോക്കാം. വരുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അവിടെ ലോ പ്രഷർ വരാൻ കാരണം ഒരു വർഷം മുഴുവനും അവിടെ എന്ത് ലഭിക്കുന്നുണ്ട്? സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ലഭിക്കുന്നുണ്ട്, സണ്ണിൽ നിന്നുള്ള ടെമ്പറേച്ചർ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മാസീവായിട്ടുള്ള വലിയ ചൂട് കൊണ്ട് മാസീവായിട്ട് ഈ എയർ മുകളിലേക്ക് പൊങ്ങിപ്പോകും. അപ്പോൾ അവിടെ പ്രഷർ ലോ ആയിരിക്കും. ക്ലിയർ അല്ലേ? ടെമ്പറേച്ചർ കൂടുതലുകൊണ്ടാണ് അവിടെ ഡോൾഡ്രം ആയത് കേട്ടോ. ടെമ്പറേച്ചർ കൂടിയപ്പോൾ അവിടുത്തെ എയർക്ക് എന്ത് ചെയ്തു? ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് എണീച്ച് മുകളിലേക്ക് പോയി. ക്ലിയർ അല്ലേ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. തെർമോമീറ്റർ, ഹിഗ്രോമീറ്റർ, ബാരോമീറ്റർ, അനിമോമീറ്റർ. ഓപ്ഷൻ വരുന്നത് ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ എന്നും പറയാറുണ്ട്. ബാരോമീറ്റർ ആണ് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാം ഓഷൻ currents and cold ocean currents play an important role in the regulating atmospheric temperature. Explain with example. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 2 തരത്തിലുള്ള ഓഷൻസ് ആണ്. നോക്കിയേ, വാം ഓഷ്യൻ കറണ്ട്, പിന്നെ കോൾഡ് ഓഷ്യൻ കറണ്ട്. വാം ആൻഡ് കോൾഡ് ഓഷ്യൻ കറണ്ട് എന്താ സംഭവിക്കുക? അവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കാനും അല്ലെങ്കിൽ ചൂട് പിടിപ്പിക്കാനും തണുപ്പാക്കാനും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫോട്ടോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഈ ഫോട്ടോ ഏത് റെയിനാണ്? നമുക്ക് പലതരത്തിലുള്ള റെയിനുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് റെയിനാണ് തന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പോൾ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിക്കുക. ഈ തന്നിരിക്കുന്നത് കൺവെക്ഷണൽ റെയിൻ ആണ്. ക്ലിയർ അല്ലേ? കൺവെക്ഷണൽ റെയിൻഫോൾ. കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതെ, സമ്മർ സീസണിൽ അല്ലെങ്കിൽ ചൂടുള്ള സമയങ്ങളിൽ വാട്ടർ വേപ്പേഴ്സ് നീരാവിയായി മുകളിലേക്ക് പോകും. വാട്ടർ വേപ്പറായിട്ട് മുകളിലേക്ക് പോകും. അത് ഉച്ചക്കായിരിക്കും ഇത് നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നത്. അത് ഒരു ഈവനിങ് ആകുമ്പോഴേക്കും തണുത്ത് താഴേക്ക് മഴയായി പെയ്യും. മെയിനായിട്ട് ഇതൊരു 4 o'clock റെയിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കൺവെക്ഷൻ റെയിൻ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും 2 ഫിഗറാണ് തന്നിരിക്കുന്നത്. എ ഉണ്ട്, ബി ഉണ്ട്. 1ാമത്തെ ഫിഗറിൽ തേടാ നമുക്ക് സണ്ണിനെയല്ല തന്നിരിക്കുന്നത്, മൂണിനെയാണ്. 2ാമത്തെ ഫിഗറിൽ നമുക്ക് തന്നിരിക്കുന്നത് സണ്ണിനെയാണ്. അപ്പോൾ ഒന്ന് രാത്രിയാണ്, മറ്റേത് രാവിലെയാണ്, നമുക്ക് മനസ്സിലായി. എന്നിട്ട് 1ാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് വിൻഡ് താഴേക്ക് പോകുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. 2ാമത്തേല് മുകളിലേക്ക് പോകുന്ന പോലെയും കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ വിച്ച് ആർ ദ സീസണൽ വിൻഡ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഏതൊക്കെ വിൻഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് നൈറ്റ് ആണ് സംഭവിക്കുന്നത്. നൈറ്റ് മുകളിലുള്ള, അതായത് നമ്മുടെ മൗണ്ടെയിൻസിന് മുകളിലുള്ള വിൻഡ് എയർ തണുക്കും. തണുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി കൂടും. അത് കോൺട്രാക്റ്റ് ആയിട്ട് ഡെൻസിറ്റി കൂടും. അപ്പോൾ ഏതൊരു സാധനം കട്ടി കൂടിയാൽ താഴേക്ക് വരില്ലേ? അതേപോലെ തന്നെ രാത്രിയാകുമ്പോൾ ആ എയർ തണുത്ത് താഴേക്ക് വരും. ക്ലിയർ അല്ലേ? മൗണ്ടന്റെ മുകളിൽ നിന്നല്ലേ താഴേക്ക് വരുന്നത്. വിൻഡിന് പേരിടുന്നത് അങ്ങനെയാണ്. എവിടെ നിന്നാണോ അത് ബ്ലോ ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് വിൻഡിന് പേര് വരിക. ക്ലിയർ അല്ലേ? നോർത്തിൽ നിന്ന് ബ്ലോ ചെയ്യുന്ന വിൻഡിന് നോർത്തേൺ വിൻഡ് എന്ന് പറയും. സൗത്തിൽ നിന്നാണെങ്കിൽ സദേൺ വിൻഡ്, ഈസ്റ്റിൽ നിന്നാണെങ്കിൽ ഈസ്റ്റേൺ വിൻഡ്. ക്ലിയർ അല്ലേ? ഇതേപോലെ ഏത് സ്ഥലത്തു നിന്നാണോ വരുന്നത്, ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വരുന്ന വിൻഡ് ആണെങ്കിൽ അമേരിക്കൻ വിൻഡ് എന്ന് പറയാം അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അതേപോലെ എവിടെ നിന്നാണോ ബ്ലോ ചെയ്യുന്നത് അതിനനുസരിച്ച് പേര് ഇടേണ്ടത്. ഇപ്പൊ 1ാമത്തേൽ മുകളിൽ നിന്ന് താഴേക്കല്ലേ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മൗണ്ടെയിൻ ബ്രീസ് എന്ന് പറയാം. നമുക്ക് എന്താ പറയാ? മൗണ്ടെയിൻ ബ്രീസ്. ഇത് രാത്രി കാലങ്ങളിലായിരിക്കും ഉണ്ടാവുക. മൗണ്ടന്റെ മുകളിലേക്കുള്ള എയർ തണുത്ത് അതിന്റെ ഡെൻസിറ്റി കൂടി അത് താഴേക്ക് വാലീസിലേക്ക് വീശും. മൗണ്ടനിൽ നിന്ന് താഴേക്ക് വീശും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബി എന്ന് പറയുന്നത്.
ഇത് നടക്കുന്നത് മോർണിംഗ് ടൈമിലാണ് അല്ലെങ്കിൽ ഡേ ടൈമിലാണ്. ഡേ ടൈമിന് വാലീസിലുള്ള എയർ ചൂട് കൊണ്ട് എക്സ്പാൻഡ് ആവും. ചൂട് കൊണ്ടാൽ എക്സ്പാൻഡ് ആവും, തണുത്താൽ കോൺട്രാക്റ്റ് ആവും. ചൂട് കൊണ്ടാൽ എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ ഇത് അവിടെ നിൽക്കില്ല. എയർ ഇങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകും. ഹൈഡ്രജൻ ബലൂൺ ഇല്ലേ, അത് താഴെ നിൽക്കോ, ഇങ്ങനെ പൊങ്ങി പോകില്ലേ പിടിവിട്ടേന്. അതേപോലെ എയർ ചൂട് കൊണ്ടുമ്പോൾ എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ അത് താഴെ നിൽക്കില്ല, അത് പൊങ്ങിപ്പോകും. അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞതുകൊണ്ട്, കട്ടി കുറഞ്ഞതുകൊണ്ട് അത് മുകളിലേക്ക് പൊങ്ങിപ്പോകും. ഇപ്പൊ എവിടെ നിന്നാണ് പൊങ്ങിപ്പോയത്? വാലിയിൽ ഉണ്ടായ എയർ ആണ് അല്ലെ. എവിടെ ഉണ്ടായിരുന്നാണ്? വാലിയിൽ ഉണ്ടായിരുന്ന എയർ മുകളിലേക്കാണ് പൊങ്ങിപ്പോയത്. ക്ലിയർ അല്ലേ? എവിടെ നിന്നാണോ ബ്ലോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് പേര് വരിക. അപ്പൊ ഇത് എവിടെ നിന്നാണ് ബ്ലോ ചെയ്തേക്കുന്നത്? വാലിയിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? വാലി ബ്രീസ്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സിൽ എയും ബിയും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് വിൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്, വേരിയബിൾ വിൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് വേരിയബിൾ വിൻഡ് എന്ന് ആദ്യം ഒന്ന് നോക്കുക. സാധാരണയായിട്ട് വിൻഡുകളിൽ ഉണ്ടാവുന്നത് ഹൈ പ്രഷറും ലോ പ്രഷറുള്ള ഡിഫറൻസ് കൊണ്ട് തന്നെയാണ്. ഇതും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് നോക്കാം, സാധാരണയായിട്ടുള്ള വിൻഡ് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? ഹൈ പ്രഷർ ഉണ്ടാവും, അതിന് ഹൊറിസോണ്ടൽ ആയിട്ട് ലോ പ്രഷർ ഉണ്ടാവും. ലോ പ്രഷർ ഉണ്ടാവും, അതിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഹൈ പ്രഷർ ഉണ്ടാവും. എന്നിട്ട് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കായിരിക്കും വിൻഡ് എപ്പോഴും വീഴ്ച. ക്ലിയർ അല്ലേ? ഇതാണ് സാധാരണ വിൻഡുകൾ. പക്ഷെ വേരിയബിൾ വിൻഡ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ പ്രഷറിലുള്ള ഡിഫറൻസ് മൂലമുള്ള. ക്ലിയർ അല്ലേ? പ്രത്യേക വ്യത്യാസങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് അല്ല ഉണ്ടാവുന്നത്. ഇവിടെ നോക്കിക്കോ, ഒന്നില്ലെങ്കിൽ ലോ പ്രഷർ ഉള്ളിലും ചുറ്റും ഹൈ പ്രഷർ ആയിരിക്കും. ലോ പ്രഷർ ഉള്ളിൽ ചുറ്റും എന്താണ്? ഹൈ പ്രഷർ. അതല്ല എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഹൈ പ്രഷർ ആയിരിക്കും, ചുറ്റും ലോ പ്രഷർ ആയിരിക്കും. നമ്മൾ നേരത്തെ സാധാരണ വിൻഡ് പറഞ്ഞത് എങ്ങനെയായിരുന്നു? സാധാരണ വിൻഡ് പറഞ്ഞത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും. ഹൈ പ്രഷർ ആണെങ്കിൽ ലോ പ്രഷർ, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനെ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുന്നത് നോക്കിയേ, ഒന്നില്ലെങ്കിൽ ഉള്ളിൽ ലോ പ്രഷർ ചുറ്റും ഹൈ പ്രഷർ, അല്ലെങ്കിൽ ഉള്ളിൽ ഹൈ പ്രഷർ ചുറ്റും ലോ പ്രഷർ. അങ്ങനെയാണെങ്കിൽ കോറിയോളിസ് ഫോഴ്സ് ഉള്ളത് കൊണ്ട്, എന്തുള്ളത് കൊണ്ടാ? കോറിയോളിസ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഈ വിൻഡ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കറങ്ങി കറങ്ങിയായിരിക്കും എന്ത് ചെയ്യുക? വീശുക. ക്ലിയർ അല്ലേ? ഇങ്ങനെ കറങ്ങി വീശുന്ന വിൻഡിന് നമ്മൾ എന്താണ് പറയാ? നമ്മൾ ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതേപോലെ അത് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് സൈക്ലോൺസ് അല്ലെങ്കിൽ ആന്റി സൈക്ലോൺസ് എന്നാണ് പറയാറുള്ളത്. ക്ലിയർ അല്ലേ? പ്രധാനമായിട്ടും സൈക്ലോൺസ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ സാധാരണ ഒരു പ്രഷർ ഡിഫറൻസ് മൂലമല്ല, ഇങ്ങനെയുള്ള പ്രഷർ ഡിഫറൻസ് മൂലമാണ് അത് ഉണ്ടായത്. അതെന്താ ചെയ്തത്? ഹൈ പ്രഷറിൽ നിന്ന് കറങ്ങി കറങ്ങി ഉള്ളിലേക്ക് വീശി. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ നോക്കി, ഹൈ പ്രഷർ സെന്ററിലാണ്, ചുറ്റും ലോ പ്രഷറാണ്. അപ്പോൾ കോറിയോളിസ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നേരെ ആയിരിക്കില്ല വീശ, അത് കറങ്ങി കറങ്ങിയായിരിക്കും വീശ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കറങ്ങിയായിരിക്കും ഇത് വീശ. ആദ്യത്തെ സിറ്റുവേഷനിൽ പുറത്ത് നിന്ന് ഉള്ളിലേക്കാണ് കറങ്ങിയത് അല്ലെ? രണ്ടാമത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിച്ചേക്കുന്നത്? ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കറങ്ങിയാണ് വീശിരിക്കുന്നത്. ഇപ്പോ നമുക്ക് 4 ഫോട്ടോസ് തന്നിട്ടുണ്ട് അല്ലെ? അതില് മുകളിലുള്ള 2 നോർത്തേൺ ഹെമിസ്ഫിയറിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് നടക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. താഴെയുള്ളതോ സദേൺ ഹെമിസ്ഫിയറിലും. അങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, എ എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ എന്താണ്, ബി എന്താണെന്നാണ്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള 2 വിൻഡുകളാണ് ഉള്ളത്. ഒന്ന് സൈക്ലോണും 2 ആന്റി സൈക്ലോണും അല്ലെ? അപ്പൊ ഇതിലേതാണ് സൈക്ലോൺ, ഇതിലേതാണ് ആന്റി സൈക്ലോൺ? അതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, സൈക്ലോൺ എപ്പോഴും ഔട്ട്സൈഡിൽ നിന്ന് സെന്ററിലേക്കാണ് വരുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് എന്ത് വരുന്നത്? സൈക്ലോൺ വരുന്നത്. അപ്പൊ നോക്കാം, ഇതില് ഒന്നാമത്തേതാണ് എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നതാണ് സൈക്ലോൺ. സൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. സൈക്ലോൺ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സദേൺ നമ്മൾ പറഞ്ഞു, ഭൂമിനെ രണ്ടാക്കിയാൽ 2 ഇക്വേറ്റർ കൊണ്ട് 2 ആക്കി കഴിഞ്ഞാൽ മുകളിലെ ഭാഗവും കിട്ടും, താഴെയുള്ള ഭാഗവും കിട്ടും. ഈ 2 ഭാഗങ്ങളിൽ മുകളിലുള്ളതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, താഴെയുള്ളതാണ് സദേൺ ഹെമിസ്ഫിയർ.
മുകളിലാണ് ഈ വിൻഡ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഈ വിൻഡ് താഴെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്? ആൻറ്റി സൈക്ലോൺ വരുന്നത്. ആൻറ്റി സൈക്ലോൺ, ഇത് ആൻറ്റി സൈക്ലോൺ ആണേ. ഓക്കെ, അപ്പൊ ആൻറ്റി സൈക്ലോൺ കിട്ടിയിട്ടുണ്ട്. ആൻറ്റി സൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും, സദേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്കൊന്ന് നോക്കാം. ലോ പ്രഷർ സെന്ററിലും ഹൈ പ്രഷർ ചുറ്റുമാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ വിൻഡ് ബ്ലോ ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ആയിരിക്കും. കോറിയോളിസ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് വിൻഡ് പോകില്ല. നമുക്ക് നീലയിൽ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് പോകില്ല. പകരം നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഹൈ പ്രഷറിൽ നിന്ന് നേരെ പോകേണ്ട വിൻഡ് നേരെ റൈറ്റിലേക്ക് തിരിയും. ഇവിടെയും റൈറ്റിലേക്ക് തിരിയും, റൈറ്റിലേക്ക് തിരിയും, ഇങ്ങനെ റൈറ്റിലേക്ക് തിരിയും. നോക്കിയടാ, 12, 1, 2, 3, 4, 5 ഇങ്ങനെയല്ലേ ക്ലോക്കിന്റെ മൂവ്മെന്റ്. ഇവിടെ നേരെ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ? ഇത് കണ്ടില്ലേ, പോകുന്ന ആരോസ് കണ്ടില്ലേ? അപ്പോൾ സൈക്ലോണ് എപ്പോഴും എന്തായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇത് മാത്രം പഠിച്ചാൽ മതിയാവും. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ആൻറ്റി സൈക്ലോൺ എന്ന് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ഡയഗ്രത്തിൽ തന്നിരിക്കുന്നത് പെർമനന്റ് വിൻഡ്സ് ആണ്. വർഷം മുഴുവനും എന്ത് ചെയ്തു ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡാണ് പെർമനന്റ് വിൻഡ്സ് എന്ന് പറയുന്നത്. അതിന് കാരണം ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളിലുള്ള ഡിഫറൻസ് ആണ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളിലുള്ള ഡിഫറൻസ്. ഏതൊക്കെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെ, പിന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, പിന്നെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പിന്നെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഈ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ വീശിക്കൊണ്ടിരിക്കുന്ന വിൻഡുകളാണ് എന്തെന്ന് പറയുന്നത്? പെർമനന്റ് വിൻഡ്സ്. അങ്ങനെയാണെങ്കിൽ ABC എന്ന് പറയുന്നത് ഏതൊക്കെ പെർമനന്റ് വിൻഡുകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത് എ, ഭൂമിയുടെ സെന്ററിലുള്ള ലൈന്, ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇക്വേറ്റർ. അവിടെയുള്ള പ്രഷർ ബെൽറ്റ് ഏതാ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇതിന് മുകളിൽ വന്നിരിക്കുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷറിന്റെ തൊട്ട് മുകളിലുള്ളത് ആരാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന് തൊട്ട് മുകളിലുള്ളത് ആരാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. നോക്കിയടാ, മുകളിലെ ഹൈ പ്രഷർ ബെൽറ്റും താഴെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റും. വിൻഡ് എപ്പോഴും വീശൂലേ? ഇങ്ങനെ വീശുന്ന വിൻഡാണ് ട്രേഡ് വിൻഡ്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താ? ട്രേഡ് വിൻഡ്. ബി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു പ്രഷർ ബെൽറ്റിനെ വിളിക്കുന്ന പേരാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. നോക്കിയേ, ഇവിടെ വരുന്നത് ഹൈ പ്രഷർ ആണ്, തൊട്ട് മുകളിൽ വരുന്നത് ലോ പ്രഷർ ആണ്. അങ്ങനെയാണെങ്കിൽ വിൻഡ് എങ്ങോട്ടായിരിക്കും വീശുക? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന വിൻഡ് വെസ്റ്റർലീസ്. ഇനി നമുക്ക് നോക്കാം സി എന്ന് പറയുന്നത് എന്താ നോക്കാം. സി എന്ന് പറയുന്ന വിൻഡ് നേരെ വരുന്നത് ഏറ്റവും അവസാനമുള്ളത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഭയങ്കര തണുപ്പായതുകൊണ്ട് അവിടെ ഹൈ പ്രഷറാണ്. അങ്ങനെയാണെങ്കിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എങ്ങോട്ട് വീശോടാ? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശും. അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ വിൻഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പോളാർ ഈസ്റ്റർലീസ് എന്നും പറയാം. ഓക്കെ അല്ലേ? ഇതിന്റെ എക്സ്പ്ലനേഷൻ കൂടി പഠിക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് കഴിയാറായി. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് വിൻഡുമായി ബന്ധപ്പെട്ടാണ്. ആ വിൻഡുവിന്റെ പേരുകൾ മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാലോ, അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്താറായിട്ടോ. നോക്കാം. ഒന്നാമത്തത്, ഡ്യൂറിങ് ഡേ ടൈം, രാവിലെ ഈ കാറ്റ് വീശും. എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്? സീ ടു ലാൻഡ്. സീയിൽ നിന്ന് ലാൻഡിലേക്കായിരിക്കും ഇത് വീശുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എവിടെ നിന്നാണോ വിൻഡ് ബ്ലോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിന്റെ പേര് വെക്കുന്നത്. ഇതിപ്പോ എവിടെന്നാ വീശിയേക്കുന്നത്? സീയിൽ നിന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അത് സീ ബ്രീസ് ആണ്. ഓക്കെ, അടുത്തത്, ഡ്യൂറിങ് ദ ഡേ വിൻഡ് ബ്ലോസ് ഫ്രം ദ വാലി ടുവർഡ് ദ മൗണ്ടൻ ടോപ്സ്. പിന്നെയും ഞാൻ പറഞ്ഞു, എവിടെ നിന്നാണ് ബ്ലോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് പേര് വെക്കുക. നോക്കിയടാ, എവിടെന്നാ? ഫ്രം ദ വാലീസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? വാലി ബ്രീസ് എന്ന് പറയാം. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അടുത്തത്, ഡ്യൂറിങ് നൈറ്റ് എയർ ഫ്രം ദ മൗണ്ടെയിൻ സ്ലോപ്പ് മൂവ് ഡൗൺവേർഡ്സ്. രാത്രി താഴേക്ക് വീശുന്നു, മൗണ്ടെയിൻസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീശുന്നു. അപ്പൊ എവിടെ നിന്നാണ് വീശിയേക്കുന്നത് നമ്മൾ നോക്കാം. മൗണ്ടെയിൻസ് നിന്നാണ് വീശിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്താടാ? മൗണ്ടെയിൻ ബ്രീസ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ അവസാനമായിട്ട് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് ഏതാ? ഡ്യൂറിങ് നൈറ്റ് വിൻഡ് ബ്ലോ ഫ്രം ദ ലാൻഡ് ടു സീ. കണ്ട, എവിടെ നിന്നാണ്? ലാൻഡിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താ? ലാൻഡ് ബ്രീസ്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം കുറച്ച് ലോക്കൽ വിൻസ്. ക്ലിയർ അല്ലേ? ലോക്കൽ ഏരിയാസിൽ അല്ലെങ്കിൽ പ്രാദേശികമായ സ്ഥലങ്ങളിൽ മാത്രം വീശുന്ന വീക്കായിട്ടുള്ള വിൻസാണിത്. വലിയ കൊടുങ്കാറ്റ് പോലുള്ള പവറുള്ള വിൻഡുകളൊന്നുമല്ല. ലോക്കൽ ഏരിയാസിൽ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ മാത്രം വീശുന്ന വിൻഡുകളാണിത് ലോക്കൽ വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അത് ഏത് വിൻഡാണെന്ന് പറയണം. ഒന്നാമത്തെ നോക്കാടാ, ഹോട്ട് വിൻഡ് ബ്ലോവിങ് അക്രോസ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ വീശുന്ന ഹോട്ടായിട്ടുള്ള വിൻഡിനെ വിളിക്കുന്ന പേരെന്താണ്? ലൂ. എന്താ പേരെന്താ? ലൂ. രണ്ടാമത്തെ നമുക്ക് നോക്കാം, എ വിൻഡ് ദാറ്റ് ബ്രിങ് റിലീഫ് ഫ്രം ഇൻറ്റൻസ് ഹീറ്റ് ബ്ലോയിങ് ഇൻ ടു ദ സഹാറ ഡെസേർട്ട് ഇൻ ആഫ്രിക്ക. ക്ലിയർ അല്ലേ? അപ്പോൾ ആഫ്രിക്കയിൽ വീശുന്ന ഒരു കാറ്റാണ്. ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? ഹാർമട്ടൻ. എന്ത് മട്ടനാടാ? ഹാർമട്ടൻ. ഇനി അടുത്തത്, ഡ്രൈ ഹോട്ട് വിൻഡ് ബ്ലോയിങ് സ്ലോപ്സ് ഓഫ് ആൽപ്സ് മൗണ്ടൻ ഇൻ യൂറോപ്പ്. മിസ്ട്രൽ എന്നാണ് അതിനെ വിളിക്കുക, മിസ്ട്രൽ. അവസാനമായി, ഡ്രൈ ഹോട്ട് വിൻഡ് ബ്ലോയിങ് ഇൻ സ്ലോപ്പ് ഓഫ് റോക്കി മൗണ്ടെയിൻ. കേട്ടിട്ടില്ലേ? റോക്കിയുടെ മൗണ്ടെയിൻ സ്ലോപ്പിലൂടെ താഴേക്ക് വീശുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിനൂക്ക്. നല്ല അടിപൊളി പേരുകളാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലൂ, രണ്ടാമത്തെ ഹാർമട്ടൻ, മൂന്നാമത്തെ മിസ്ട്രൽ, നാലാമത്തെ ചിനൂക്ക്. ചിനൂക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോ ഈറ്റർ എന്നാണ് അർത്ഥം. ഇതൊരു ഹോട്ട് വിൻഡാണ്. അപ്പോൾ ഇത് മൗണ്ടൻ സ്ലോപ്പിലൂടെ വീശുമ്പോൾ അവിടുത്തെ മഞ്ഞ് ഈ ഹോട്ട് വിൻഡ് മൂലം ഉരുകുരുകി പോകും. അതുകൊണ്ട് തന്നെ ചിനൂക്ക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്നോ ഈറ്റർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, identify the factors that influence atmospheric pressure and explain how each of them influence atmospheric pressure. 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ? പ്രഷറിന് ഡിഫറൻസ് വരാൻ കാരണം 3 കാര്യങ്ങളാണ്. അപ്പോൾ മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്നാണ് എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ 3 കാര്യങ്ങൾ, ഒന്നാമത്തത് നിങ്ങൾ ഓർക്കുക, തലയിൽ വെക്കുന്ന ഹാറ്റ് ഓർക്കുക, ഹ്യൂമിഡിറ്റി. എന്ത് സാധനമാടാ? ഹ്യൂമിഡിറ്റി. രണ്ടാമത്തത് ഓൾട്ടിറ്റ്യൂഡ്, ഉയരം. മൂന്നാമത്തത് ടെമ്പറേച്ചർ. ഈ 3 കാര്യങ്ങളും കൂടിയാൽ പ്രഷർ കുറയും. 3 കാര്യങ്ങളും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യടാ? പ്രഷർ കുറയും. ഈ 3 കാര്യങ്ങളും കുറഞ്ഞാൽ, 3-ൽ ഏതെങ്കിലും കുറഞ്ഞാൽ മതി കേട്ടാ, പ്രഷർ കൂടും. അപ്പോൾ ഇവർ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി, ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഇതും പ്രഷർ തമ്മിൽ എന്ത് പ്രപ്പോർഷനാ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ടെമ്പറേച്ചർ കൂടിയാൽ പ്രഷർ കുറയും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ പ്രഷർ കൂടും. ഓൾട്ടിറ്റ്യൂഡ് കൂടിയാൽ പ്രഷർ കുറയും, ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞാൽ പ്രഷർ കൂടും. ഹ്യൂമിഡിറ്റി കൂടിയാൽ പ്രഷർ കുറയും, ഹ്യൂമിഡിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എയർ എന്ത് ചെയ്യും? ചൂട് കൊണ്ട് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ എയർ മുകളിലേക്ക് പൊങ്ങിപ്പോവും. അപ്പോൾ താഴെയുള്ള എയറിൻ്റെ അളവ് കുറയും. നമുക്കറിയാം എയറിൻ്റെ വെയിറ്റ് ആണ് പ്രഷർ. അപ്പോൾ താഴെയുള്ള എയറൊക്കെ പൊങ്ങിപ്പോയില്ലേ? അപ്പോൾ അടിയിൽ എന്തില്ല? എയർ ഇല്ല, എയറിൻ്റെ അളവ് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തായി? ലോ പ്രഷറായി. ഇനി ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് നമ്മൾ പോകും തോറും എയറിൻ്റെ അളവ് കുറഞ്ഞു വരും. റെയറിഫിക്കേഷൻ ഓഫ് എയർ എന്നാ പറയാം. മുകളിലുള്ള ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകും തോറും എയറിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആവുന്നത്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എയർ നിൽക്കേണ്ട സ്ഥലത്ത് ആര് വന്ന് നിൽക്കും? വാട്ടർ വേപ്പേഴ്സ് വന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എയറിന്റെ കണ്ടന്റ് കുറവായിരിക്കും, എയർ കുറച്ചുകൂടി മുകളിലേക്ക് പോകും. ഓക്കെ അല്ലേ? നിങ്ങൾ ആ എക്സ്പ്ലനേഷൻ ടെക്സ്റ്റ് നോക്കി പഠിക്കുക. ഈ 3 കാര്യങ്ങളാണ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ
അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എഫക്ട് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഒന്നാമത്തത് സോളാർ റേഡിയേഷൻ, 2 ഇൻസുലേഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഹീറ്റ് ബഡ്ജറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കൂടുതലും ചോദിക്കാൻ ചാൻസസ് ഉള്ളത്. അപ്പം നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ആ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എടാ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, എക്സാം ഈസി ആവും. നമ്മൾ ഒരു വെറുതെ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്, അതിനെങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ.